ഹമീർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മുല്ലക്കൽ, ആലപ്പുഴ. വിധി ശിക്ഷ എന്താണ് എന്ന് പറയാനുള്ള തീയതി നിശ്ചയിക്കും. അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഒരു വിജയമാണ്. തീർച്ചയായും അന്വേഷണം വളരെ നിഷ്പക്ഷമായ അന്വേഷണമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. സമഗ്രമായ അന്വേഷണം നടത്തി 176 സാക്ഷികളെയാണ് കുറ്റപത്രത്തിൽ പ്രോസിക്യൂഷന് അണിനിരത്തിയത്. അത് 156 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 1000-ഓളം രേഖകള്, 100-ൽ പരം തൊണ്ടിസാധനങ്ങള്, 6000-ൽ പരം പേജുകളിലുള്ള റീത്തേറ്റിംഗ് ചോദ്യങ്ങള്, ഏകദേശം 15,000-ഓളം പേജുകളുള്ള സാക്ഷിമൊഴികൾ, വിശദമായ ഒരു തെളിവെടുപ്പാണ് ഈ കേസ് ഹിറ്റ് ഉൾപ്പെടെ ഉണ്ടാക്കിയ ആളുകളെ വെച്ചിട്ടുണ്ടെന്നും അതിന് ഒരു കൊലപാതകം ഒരു അടിയുണ്ടായാൽ തിരിച്ചടി നടക്കുന്ന രീതിയിൽ ഹിറ്റ് OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധി. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതികൾ. കൊലപാതകം നടന്നത് 2021 ഡിസംബർ 19-നായിരുന്നു. ഭാര്യയുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് അതിക്രൂരമായി നടന്നിട്ടുള്ള കൊലപാതകമാണിത്. PFI ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചില്ല എങ്കിൽ ഒരുപാട് ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഭാരതത്തിൽ ആവർത്തിക്കാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ പ്രിയപ്പെട്ട പ്രോസിക്യൂഷൻ അടക്കമുള്ളവർ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയതിന്റെ ഫലമാണ് ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വിധി ഈ കുറ്റക്കാരാണ്, ഈ 15 പ്രതികളും കുറ്റക്കാരാണ് എന്നുള്ള കണ്ടെത്തൽ തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ തീവ്രവാദത്തിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിയമപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. യാതൊരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല.